ഹലോ എവരിവൺ. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 136 ആണ്. പേജ് നമ്പർ 9.40 136. റൈറ്റ് ടു മെമ്പേഴ്സ് ടു കോപ്പീസ് ഓഫ് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇവിടെ മെമ്പേഴ്സിൻ്റെ റൈറ്റാണ്. അവർക്ക് എന്ത് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്? ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. ആ റൈറ്റിനെ പറ്റിയിട്ടാണ് സെക്ഷൻ 136 ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ശ്രദ്ധിച്ചേട്ടോ, AGM നടത്തുന്നതിന് 21 ദിവസം മുമ്പെങ്കിലും എല്ലാ മെമ്പേഴ്സിനും പിന്നെ വേറെ ചില ആൾക്കാർക്കും കൂടെ എന്ത് അയച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ കമ്പനി ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അയച്ചു കൊടുക്കണം. ഇനി കമ്പനി ഒരു ഹോൾഡിംഗ് കമ്പനി ആണെങ്കിൽ, അല്ലെങ്കിൽ കമ്പനിക്ക് അസോസിയേറ്റ് കമ്പനീസോ ജോയിൻറ്റ് വെഞ്ചേഴ്സോ ഉണ്ടെങ്കിൽ കൺസോൾട്ടഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഉണ്ടാക്കും. എന്നാൽ കൺസോൾട്ടഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും അയച്ചു കൊടുക്കണം. അതുകൂടാതെ ഓഡിറ്റ് റിപ്പോർട്ടും അയച്ചു കൊടുക്കണം. അതുകൂടാതെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കൂടെ എന്തെങ്കിലും അനക്ചറായിട്ടോ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ആയിട്ടോ അറ്റാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ അറ്റാച്ച്മെൻറ്റും ആ അനക്ചേഴ്സും അയച്ചു കൊടുക്കണം. ആർക്ക്? മെമ്പേഴ്സിന് അയച്ചു കൊടുക്കണം. എത്ര ദിവസത്തിന് മുമ്പ്? AGM നടത്താൻ ഉദ്ദേശിക്കുന്നതിൻ്റെ 21 ദിവസത്തിന് മുമ്പ്. എന്തുകൊണ്ടാണ്? ഇതൊക്കെ വായിച്ച് പഠിച്ചതിന് ശേഷമായിരിക്കും മെമ്പേഴ്സ് എന്ത് അറ്റൻഡ് ചെയ്യാൻ വരുന്ന AGM. എന്നിട്ട് അവർ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ AGM-ൽ എടുക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ റൈറ്റ് ടു മെമ്പേഴ്സ് ടു കോപ്പീസ് ഓഫ് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സിമ്പിൾ അല്ലേ? എന്താണ് പറയുന്നത്? ഇത്രയേ ഉള്ളൂ. AGM നടത്തുന്നതിന് 21 ദിവസം മുമ്പെങ്കിലും എന്തൊക്കെ അയക്കണം? ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അയക്കണം. കൺസോൾട്ടഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും അയക്കണം. ഓഡിറ്റ് റിപ്പോർട്ടും അയക്കണം. വേറെ എന്തെങ്കിലും അനക്സസോ ഡോക്യുമെൻറ്റോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കൂടെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കമ്പനി AGM-ത്തിൽ. എന്നാൽ ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം 21 ദിവസം മുമ്പെങ്കിലും മെമ്പേഴ്സിന് അയച്ചു കൊടുക്കണം. ക്ലിയർ ആയോ? എന്നാൽ വായിക്കുകയാണേ. This section seeks to provide that a copy of financial statements, including consolidated financial statement and auditor's report, shall be sent to every member, every trustee for the debenture holders. തൽക്കാലം ട്രസ്റ്റി എന്താണെന്ന് ഇത്രേ പറയുന്നുള്ളൂ. ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ട്രസ്റ്റി, ഡിബെഞ്ചർ ട്രസ്റ്റി. ഓക്കെ, അത് ഡിബെഞ്ചേഴ്സ് മറ്റേ ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചേഴ്സ് എന്ന ചാപ്റ്ററിൽ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പോൾ തൽക്കാലം ട്രസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, ഡിബെഞ്ചർ ഹോൾഡേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ട്രസ്റ്റി. അപ്പോൾ മെമ്പേഴ്സിന് അയച്ചു കൊടുക്കണം, ട്രസ്റ്റിക്ക് അയച്ചു കൊടുക്കണം, ആൻഡ് ഓൾ അതർ പേഴ്സൺസ് ഹു ആർ സോ എൻടൈറ്റിൽഡ്. വേറെ ആർക്കെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഓഡിറ്റ് റിപ്പോർട്ടും ഒക്കെ കിട്ടാൻ അവകാശം ഉണ്ടെങ്കിൽ അവർക്കും അയച്ചു കൊടുക്കണം. എത്ര ദിവസത്തിന് മുമ്പ്? 21 days ബിഫോർ ദ ഡേറ്റ് ഓഫ് ജനറൽ മീറ്റിംഗ്. ക്ലിയർ ആയി? ഇവിടെ ജനറൽ മീറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് AGM ആണ്. ഇനി അടുത്ത പേജിൽ ഈ ഡയഗ്രാം ഒന്ന് നോക്കണ്ട. അടുത്ത പേജിൽ 9.41 who are entitled to audited financial statements. According to section 136(1) of the Companies Act 2013, ഇച്ചിരി നേരത്തെ മുമ്പ് പറഞ്ഞ ആ പോർഷനിൽ അത് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. A copy of the financial statements, including consolidated financial statements, if any, auditor's report, and every other document required by law to be annexed or attached to the financial statements, which are to be laid before a company in its general meeting, shall be sent to every member of the company, to every trustee for the debenture holder of any debentures issued by the company, and to all persons other than such member or trustee, being persons so entitled, not less than 21 days before the date of the meeting. ക്ലിയർ അല്ലേ? ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. വേണമെങ്കിൽ 21 ദിവസം അല്ലാതെ ഷോർട്ടർ പീരീഡിനും വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. അതായത് 14 ദിവസം മുമ്പ് അയച്ചു തന്നാൽ മതി എന്ന് മെമ്പേഴ്സ് സമ്മതിച്ചാൽ 21 ദിവസം മുമ്പൊന്നും അയച്ചു കൊടുക്കണ്ട, 14 ദിവസം മുമ്പ് അയച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ 10 ദിവസം മുമ്പ് മെമ്പേഴ്സ് സമ്മതിച്ചാൽ മതി. എത്ര മെമ്പേഴ്സ് സമ്മതിക്കണമെന്ന് വെച്ചാൽ അവിടെ A പോയിന്റ് B പോയിന്റ് എന്ന് കിടക്കുന്ന കണ്ടില്ലേ? A പോയിന്റിനകത്ത് ഷെയർ ഹോൾഡിംഗ് ഉള്ള കമ്പനിയും B പോയിന്റിനകത്ത് ഗ്യാരണ്ടി കമ്പനീനെ പറ്റി പറയാണ്. അപ്പോൾ ഷെയർ ഹോൾഡിംഗ് ഉള്ള കമ്പനി ആണെങ്കിൽ 95% ഓഫ് ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സ്, ആൻഡ് ദീ ഷെയർ ഹോൾഡേഴ്സ് ഹാവ് വോട്ടിംഗ് റൈറ്റ്. എന്നാൽ അവർ 95% ആൾക്കാർ സമ്മതം കൊടുത്താൽ മതി. 14 ദിവസമോ 10 ദിവസമോ അതിന് മുമ്പ് അയച്ചാൽ മതി, 21 ദിവസം മുമ്പൊന്നും അയക്കേണ്ട എന്ന് അവർ സമ്മതം കൊടുത്താൽ കമ്പനി എത്ര ദിവസത്തിനുള്ളിൽ കൊടുത്താൽ മതി? 14, 10, 9 നിങ്ങൾ തീരുമാനിച്ച അനുസരിച്ച്. ക്ലിയർ ആയി? പക്ഷേ എത്ര പേര് സമ്മതിക്കണം? 95% ഓഫ് ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യുന്ന മെമ്പേഴ്സ് ഹു ആർ ഓൾസോ എൻടൈറ്റിൽഡ് ടു വോട്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 95% ഓഫ് ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത B പോയിന്റ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഗ്യാരണ്ടി കമ്പനി ആണെങ്കിൽ ഷെയർ ഹോൾഡിംഗ് ഇല്ലാത്തത് കൊണ്ട് 95% ഓഫ് ദ ടോട്ടൽ വോട്ടിംഗ് പവർ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ സമ്മതം കൊടുത്താൽ മതി. എന്ത് സമ്മതം കൊടുക്കുകയാണ് അവർ? ഷോർട്ടർ പീരീഡത്തേക്ക് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അയച്ചു തന്നാൽ മതി, 21 ദിവസം മുമ്പൊന്നും നിങ്ങൾ കഷ്ടപ്പെടേണ്ട, 10 ദിവസത്തിന് മുമ്പ് അയച്ചു തന്നാൽ മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ക്ലിയർ ആയോ? അപ്പം ഞാൻ വായിക്കുകയാണ്. പ്രൊവൈഡഡ് ദാറ്റ് ഇഫ് ദ കോപ്പീസ് ഓഫ് ദ ഡോക്യുമെന്റ്സ് ആർ സെൻറ്റ് നോട്ട് ലെസ് ദാൻ 21 days ബിഫോർ ദ ഡേറ്റ് ഓഫ് ദ മീറ്റിംഗ്, ദേ ഷാൽ നോട്ട് വിത്ത്സ്റ്റാൻഡിംഗ് ദ ഫാക്ട് ബി ഡീംഡ് ടു ഹാവ് ബീൻ ഡ്യൂലി സെൻറ്റ് ഇഫ് സോ അഗ്രീഡ് ബൈ മെമ്പേഴ്സ്. അപ്പോൾ ഇത് നിയമപ്രകാരം തന്നെ അയച്ചതുപോലെ കരുതത്തുള്ളൂ. 21 ദിവസം മുമ്പ് അയച്ചില്ലെങ്കിലും 10 ദിവസം മുമ്പ് അയച്ചാലും
നിയമപ്രകാരം തന്നെ ചെയ്ത പോലെ കാണത്തുള്ളൂ. എപ്പോൾ 95% ഉള്ള ഷെയർ ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ, പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ വിത്ത് വോട്ടിംഗ് റൈറ്റ്സ് അവർ സമ്മതം നൽകുകയാണെങ്കിൽ കുഴപ്പമില്ല. അതാണ് ഈ പോയിന്റ്. ഹോൾഡിംഗ്, if the company has share capital majority in number entitled to vote and who represent not less than 95% of such part of the paid up share capital of the company as gives a right to vote at the meeting. അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ് ഉദ്ദേശിച്ചത്. or having if the company has no share capital. അപ്പം this is a company limited by guarantee company, not less than 95% of the total voting power exercisable at the meeting. ക്ലിയർ ആയോ? അപ്പോൾ ഷോർട്ട് പീരീഡത്തേക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അയക്കാൻ പറ്റുമോ? പറ്റും. എത്ര പേര് സമ്മതിക്കണം? 95% പേര് സമ്മതിക്കണം. അതാണ് എയും ബിയും. ഓക്കെ. തൊട്ട് താഴെ എന്താ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് ഇൻ ദ കേസ് ഓഫ് ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നില്ലേ. അപ്പോൾ ആ പാരഗ്രാഫിൻ്റെ സൈഡിൽ നിങ്ങൾ ലിസ്റ്റഡ് കമ്പനി അബ്രിജ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് എഴുതിക്കോ. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ അബ്രിജ്ഡിൻ്റെ വാക്കിൻ്റെ അർത്ഥം. അബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫോം, അതായത് ഫുള്ളായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാകത്തില്ല. ഒരു ഷോർട്ടർ ഫോമാറ്റിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനാണ് അബ്രിജ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സൈഡിൽ എന്താ എഴുതേണ്ടത്? ലിസ്റ്റഡ് കമ്പനി, അബ്രിജ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, പിന്നെ AOC3 എന്നും കൂടെ എഴുതുക. AOC3, ദാറ്റ് ഈസ് ഫോം നമ്പർ AOC3. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സിമ്പിളാണ്, ഒന്നുമില്ല. നിങ്ങളൊരു ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ നിങ്ങൾ ഫുൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അയച്ചു കൊടുക്കണ്ട. നിങ്ങൾ എന്ത് അയച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ 21 ദിവസം മുമ്പ് നിങ്ങൾ എന്ത് അയച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ സാലിയൻ്റ് ഫീച്ചേഴ്സ് അടങ്ങുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കോപ്പി മാത്രം അയച്ചു കൊടുത്താൽ മതി. സാലിയൻ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഷോർട്ടായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ക്ലിയർ ആയോ? ഈ ഷോർട്ടായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നതാണ് AOC3 ഫോം. അത് മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ്? ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ നിങ്ങൾ ഫുൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അയച്ചു കൊടുക്കണോ? വേണ്ട. നിങ്ങൾ സാലിയൻ്റ് ഫീച്ചേഴ്സ് അടങ്ങുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അയച്ചു കൊടുത്താൽ മതി. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 21 ദിവസം ഇല്ലേ, ആ 21 ദിവസവും നിങ്ങളുടെ ഫുൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഓഡിറ്റ് റിപ്പോർട്ടും അതർ ഡോക്യുമെൻറ്റ്സും അനക്സ്റ്റേഴ്സും നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ ഇൻസ്പെക്ഷന് വേണ്ടി ഓപ്പൺ ആക്കി വെച്ചേക്കണം. അതായത് ഈ 21 ദിവസം ഏതെങ്കിലും മെമ്പർ വന്നാൽ അവർക്ക് പരിശോധനയ്ക്ക് കൊടുക്കണം ഫുൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. നിങ്ങൾ അയച്ചു കൊടുത്തത് എന്താണ്? അബ്രിജ്ഡ് ആണ്. അതുകൊണ്ട് ഫുൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമ്മളുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ വന്ന് അവർക്ക് വേണമെങ്കിൽ ഇൻസ്പെക്റ്റ് ചെയ്യാം. അതുകൂടാതെ ഏതെങ്കിലും മെമ്പർ, ഇത് നിങ്ങളുടെ ബുക്കിൽ ഷെയർ ഹോൾഡർ എന്നാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷേ യഥാർത്ഥത്തിൽ മെമ്പർ എന്നാണ് വേണ്ടത്. ഏതെങ്കിലും മെമ്പർ ഫുൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വേണം എന്ന് അവകാശപ്പെട്ടാൽ കമ്പനി അവർക്ക് ഫുൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അയച്ചു കൊടുത്താൽ മതി. അങ്ങനെ ആവശ്യപ്പെടുന്നവർക്ക് മാത്രം. അപ്പോൾ എല്ലാവർക്കും ഫുൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അയച്ചു കൊടുക്കണം ഒരു ലിസ്റ്റഡ് കമ്പനി? വേണ്ട. കാര്യം എന്താ? ഭയങ്കര കോസ്റ്റാണ്. ഒരു ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുമ്പോൾ കുറേ മെമ്പേഴ്സ് ഉണ്ട്. അവർക്ക് എല്ലാവർക്കും ഫുൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഓഡിറ്റ് റിപ്പോർട്ട് എല്ലാം അടങ്ങുന്ന, ബോർഡ് റിപ്പോർട്ട് എല്ലാം അടങ്ങുന്ന സാധനം പ്രിൻ്റ് അടിച്ച് എല്ലാവർക്കും അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഹ്യൂജ് പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി കോസ്റ്റ് വരും. കൊറിയർ വഴിയൊക്കെ അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ് വരും. ആ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സാലിയൻ്റ് ഫീച്ചേഴ്സ് അടങ്ങുന്ന ഒരു ഷോർട്ടായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കോപ്പി അയച്ചു കൊടുത്താൽ മതി. പക്ഷേ ഫുൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തിന് വെക്കണം? ഓപ്പൺ ഫോർ ഇൻസ്പെക്ഷന് വെക്കണം. അതുകൂടാതെ ഏതെങ്കിലും മെമ്പർ ഫുൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വേണമെന്ന് അവകാശപ്പെട്ടാൽ ആ മെമ്പറിന് എന്ത് അയച്ചു കൊടുക്കണം? ഫുൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അയച്ചു കൊടുക്കണം എന്ന് പറയുന്ന പാരഗ്രാഫാണ് പ്രൊവൈഡഡ് ദാറ്റ് ഇൻ കേസ് ഓഫ് എ ലിസ്റ്റഡ് കമ്പനി ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് സബ്സെക്ഷൻ ഷാൽ ബി ഡീംഡ് ടു ബി കംപ്ലൈഡ് വിത്ത് if the copies of the documents are made available for inspection at its registered office during working hours for a period of 21 days. Working hours are 9 to 6 before the date of the meeting, and a statement containing the salient features of such documents in the prescribed form, adana AOC3, or copies of the documents as the company may deem fit, is sent to every member of the company and to every trustee for the debenture holders issued by the company not less than 21 days before the date of the meeting, unless the shareholders ask for full financial statements. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത് ലിസ്റ്റഡ് കമ്പനിയുടെ കാര്യമാണ് എടുത്തു പറഞ്ഞത് ഇവിടെ. ഇനി തൊട്ട് താഴെ പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് എന്ന് കിടക്കുന്നുണ്ടല്ലേ, അതിൻ്റെ സൈഡിൽ മാർക്ക് ചെയ്തോ പേജ് നമ്പർ 9.43 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്താൽ മതി. അത് ഞാൻ ലിങ്ക് ചെയ്യും. 9.43 എത്തുമ്പോൾ ഇതിനായിട്ട് ഞാൻ ലിങ്ക് ചെയ്യും. എന്ന് വെച്ചാൽ ചില ലിസ്റ്റഡ് കമ്പനീസ്, ചില ലിസ്റ്റഡ് അല്ല, എല്ലാ ലിസ്റ്റഡ് കമ്പനീസും ചില പബ്ലിക് കമ്പനീസിനും എങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അയച്ചു കൊടുക്കണമെന്ന് ഒരു രീതിയിൽ പറയുന്നുണ്ട് റൂൾസിൽ. ആ റൂൾസ് അടുത്ത പേജിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ലിങ്ക് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സൈഡിൽ 9.43 എന്നങ്ങ് എഴുതിയാൽ മതി. അതിലോട്ട് ഞാൻ തിരിച്ചു വരാം.
ഞാനൊന്ന് വായിക്കാവുന്നത് എന്തായാലും പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് സെൻട്രൽ ഗവൺമെൻറ് മേ പ്രിസ്ക്രൈബ് ദ മാനർ ഓഫ് സർക്കുലേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് കമ്പനീസ് ഹാവിംഗ് സച്ച് നെറ്റ്വർത്ത് ആൻഡ് ടേൺ ഓവർ ആസ് മേ പ്രിസ്ക്രൈബ്. അപ്പോൾ ചില കമ്പനീസിന് ചില നെറ്റ്വർത്തും ടേൺ ഓവറൊക്കെ ഉണ്ടെങ്കിൽ അവരിങ്ങനെ വേണം അയക്കാൻ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് എടുത്ത് പറയുന്നുണ്ട് റൂൾസിൽ. അത് 9.43 പറയാം. ഇതിൻ്റെ മാനർ ഓഫ് സർക്കുലേഷൻ എന്ന് പറയും. അപ്പോൾ വേണമെങ്കിൽ സൈഡിൽ 9.43 മാനർ ഓഫ് സർക്കുലേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് എഴുതിക്കോ. ക്ലിയർ ആയോ? അപ്പോൾ താഴെ വീണ്ടും പ്രൊവൈഡഡ് ദാറ്റ് ലിസ്റ്റഡ് കമ്പനി എന്ന് കിടക്കുന്നുണ്ടോ? ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. നിങ്ങളുടെ കമ്പനി ഒരു ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും നിങ്ങൾക്ക് സബ്സിഡറീസോ അസോസിയേറ്റ് ജോയിൻറ്റ് വെഞ്ചറോ ഒക്കെ ഉണ്ടെങ്കിൽ കൺസോൾട്ടേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെ അത് പബ്ലിഷ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം. ക്ലിയർ ആയോ? അപ്പോൾ ആ പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് ലാസ്റ്റ് കിടക്കുന്നില്ലേ, അതിനകത്ത് പ്ലേസ് ഇറ്റ് ഓൺ വെബ്സൈറ്റ് എന്ന് എഴുതിയേരെ. Financial statement and CFS place it on website. Provided further that a listed company shall also place its financial statements including shall also എന്നാണ്. അപ്പം ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ ഇതും ചെയ്യണം എന്നാണ്. ക്ലിയർ ആയോ? ഇഫ് എനി ആൻഡ് ഓൾ അതർ ഡോക്യുമെൻറ്റ്സ് അടുത്ത പേജിൽ required to be attached thereto on its website which is maintained by or on behalf of the company. ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി തൊട്ട് താഴെ പ്രൊവൈഡഡ് പറയുന്നത് ശ്രദ്ധിച്ചേട്ടോ. നിങ്ങളൊരു ലിസ്റ്റഡ് കമ്പനിയാണ്. അപ്പോൾ വീണ്ടും ലിസ്റ്റഡ് കമ്പനിയുടെ കാര്യമാണ് ഈ പറയുന്നത്. നിങ്ങളൊരു ലിസ്റ്റഡ് കമ്പനിയാണ്, നിങ്ങൾക്ക് സബ്സിഡറിയോ സബ്സിഡറീസോ ഉണ്ട്. എന്നാൽ ആ സബ്സിഡറിക്കും സബ്സിഡറീസിനും ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവുമല്ലോ. അതായത് ആ സബ്സിഡറിയുടെ സ്റ്റാൻഡ് അലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ക്ലിയർ ആയോ? എന്നാൽ നിങ്ങൾ എന്തെയാണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഹോൾഡിംഗ് കമ്പനി ആണെങ്കിൽ നിങ്ങൾക്ക് 3 സബ്സിഡറി ഉണ്ട്. ആ 3 സബ്സിഡറിയുടെയും സ്റ്റാൻഡ് അലോൺ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും കൺസോൾട്ടേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും വെബ്സൈറ്റിൽ എടുത്തില്ലേ, അതിൻ്റെ കൂടെ തന്നെ സബ്സിഡറീസിൻ്റെയും എന്തിടണം? സബ്സിഡറീസിൻ്റെയും ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം. ക്ലിയർ ആയോ? അതുകൂടാതെ ഏതെങ്കിലും മെമ്പറോ ഷെയർ ഹോൾഡർ എന്നാണ് നിങ്ങൾ ബുക്കിൽ വീണ്ടും എഴുതിയിരിക്കുന്നത്, ഏതെങ്കിലും മെമ്പർ കമ്പനിയുടെ അടുത്ത് അവകാശപ്പെടുകയാണ് ആ സബ്സിഡറിയുടെ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് അയച്ചു തരുമോ എന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ അവർക്കൊരു കോപ്പി സെപ്പറേറ്റ് ആയിട്ട് അങ്ങ് അയച്ചു കൊടുത്തോ. അതായത് ഫിസിക്കലി അയച്ചു കൊടുത്തോ. വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതിന് കൂടാതെ ഏതെങ്കിലും മെമ്പർ ആവശ്യപ്പെടുകയാണ് സബ്സിഡറീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അവർക്ക് വേണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ ആ ആവശ്യപ്പെട്ട ആൾക്ക് മാത്രം അയച്ചു കൊടുത്തോ. ക്ലിയർ ആയോ? അപ്പോൾ ലിസ്റ്റഡ് കമ്പനിയാണ്, നിങ്ങൾക്ക് സബ്സിഡറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും കൺസോൾട്ടേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും നിങ്ങൾ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ സബ്സിഡറീസിൻ്റെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾ എവിടെ പബ്ലിഷ് ചെയ്യണം? നിങ്ങളുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം. ഇനി ഏതെങ്കിലും ഷെയർ ഹോൾഡർ ആവശ്യപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് സബ്സിഡറീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അയച്ചു കൊടുക്കണം, അവർക്ക് മാത്രം. ക്ലിയർ ആയോ? അപ്പോൾ വായിക്കുകയാണെ provide also that every listed company having a subsidiary or subsidiaries shall place separate audited accounts in respect of each of subsidiary on its website if any. അപ്പോൾ സബ്സിഡറീസ് ഉണ്ടെങ്കിൽ അവരുടെയും സെപ്പറേറ്റ് ഓഡിറ്റഡ് സ്റ്റാൻഡ് അലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങളുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം. B point, provide a copy of separate audited financial statements in respect of its subsidiary to any shareholder of the company who asks for it. അപ്പോൾ ചോദിക്കുന്നവർക്കൊക്കെ ഫിസിക്കൽ കോപ്പിയും അയച്ചു കൊടുക്കണം. ക്ലിയർ ആയോ? തൊട്ട് താഴെ വീണ്ടും ലിസ്റ്റഡ് കമ്പനിയാണ്, പക്ഷേ ഇവിടെ എടുത്ത് പറയുന്നത് ഫോറിൻ സബ്സിഡറീനെ പറ്റിയിട്ടാണ്. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഫോറിൻ സബ്സിഡറി എന്താണെന്ന്. ഇന്ത്യയിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത ഒരു കമ്പനിയാണ്. ഈ കമ്പനിക്ക് ഒരു സബ്സിഡറി ഉണ്ട്. ആ സബ്സിഡറി ഇൻകോപ്പറേറ്റ് ചെയ്തത് ഔട്ട്സൈഡ് ഇന്ത്യയാണ്. അതായത് ഇന്ത്യയിലെ ITC ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയില്ലേ, ITC ലിമിറ്റഡ് ഒരു ഹോൾഡിംഗ് കമ്പനിയാണ്. ഏത് കമ്പനിയുടെ എന്ന് വെച്ചാൽ അലിയാൻസ് എന്ന് പറയുന്ന കമ്പനി. ഇറ്റ് ഇസ് ഇൻ ജർമ്മനി. അലിയാൻസ് ഇസ് എ കമ്പനി ഇൻകോപ്പറേറ്റഡ് അണ്ടർ ജർമ്മൻ കമ്പനീസ് ആക്ട് ആൻഡ് ഇറ്റ് ഇസ് എ ഫോറിൻ കമ്പനി. പക്ഷേ ആ അലിയാൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനി ആരാ? നമ്മളുടെ ഇന്ത്യയിലെ ITC ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പം സബ്സിഡറി ആണോ അലിയാൻസ് നമ്മളുടെ ITCയുടെ ആണ്, പക്ഷേ ഫോറിനിലെ സബ്സിഡറി ആണ്ട് ഇതിനെ ഫോറിൻ സബ്സിഡറി എന്ന് വിളിക്കും. പറഞ്ഞത് ക്ലിയർ ആയോ? എന്നാൽ ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. അലിയാൻസ് എന്ന് പറഞ്ഞ കമ്പനി സബ്സിഡറി അല്ലേ, ഫോറിൻ സബ്സിഡറി അല്ലേ? എന്നാൽ ഏത് നിയമപ്രകാരമായിരിക്കും അലിയാൻസ് എന്ന് പറയുന്ന കമ്പനി പ്രവർത്തിക്കുന്നത്? ഇന്ത്യൻ കമ്പനീസ് ആക്ട് അല്ല, ജർമ്മൻ കമ്പനീസ് ആക്ട് അല്ലേ? കാര്യം ജർമ്മനിയിലല്ലേ അത് ഇൻകോപ്പറേഷനൊക്കെ നേടിയത്. അപ്പോൾ ഇറ്റ് ഈസ് റണ്ണിങ് ആസ് പെർ ദ ജർമ്മൻ കമ്പനീസ് ആക്ട്. അപ്പോൾ ചിലപ്പോൾ ജർമ്മൻ കമ്പനീസ് ആക്ടിൽ ഇങ്ങനെ പറയും, എല്ലാ വർഷവും ഓഡിറ്റ് ചെയ്യേണ്ട, ചില ലിസ്റ്റഡ് കമ്പനീസ് മാത്രം ഓഡിറ്റ് ചെയ്താൽ മതി എന്ന് എവിടെ പറയുന്നുണ്ട്? ജർമ്മൻ കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ ഈ അലിയാൻസ് എന്ന് പറയുന്ന ഫോറിൻ സബ്സിഡറി ഒരു ലിസ്റ്റഡ് ഫോറിൻ സബ്സിഡറി അല്ല, ഇറ്റ് ഇസ് എൻ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി. അപ്പോൾ ഇവർക്ക് ഓഡിറ്റ് ചെയ്യണോ? വേണ്ട. ആസ് പെർ വിച്ച് ആക്ട്? ജർമ്മൻ കമ്പനീസ് ആക്ട്. അപ്പോൾ അവരുടെ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് എന്ത് അക്കൗണ്ട്സ് ആയിരിക്കും? അൺഓഡിറ്റഡ് അക്കൗണ്ട്സ് ആയിരിക്കും. ക്ലിയർ ആയോ? കാര്യം അലിയാൻസ് എന്ന് പറഞ്ഞ കമ്പനി ഏത് ആക്ട് പ്രകാരമാണ് പ്രവർത്തിക്കുന്നത്? ജർമ്മൻ കമ്പനീസ് ആക്ട് പ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ആ ആക്ട് പ്രകാരം ഓഡിറ്റ് ചെയ്യേണ്ട, അതുകൊണ്ട് അവർ ഓഡിറ്റ് ചെയ്തില്ല. എന്നാൽ എന്ത് ചെയ്യും? നമ്മളുടെ ഹോൾഡിംഗ് കമ്പനിയായ ഈ ITC ലിമിറ്റഡ് എന്ന് പറയുന്ന ലിസ്റ്റഡ് കമ്പനി
എന്നാൽ അൺഓഡിറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്താൽ മതി. ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വേണ്ട. ക്ലിയർ ആയോ? പറഞ്ഞത് പിടികിട്ടിയോ? അപ്പോൾ ഫോറിൻ സബ്സിഡറി ഉണ്ട്, ആ ഫോറിൻ സബ്സിഡറിക്ക് അവിടുത്തെ നിയമപ്രകാരം ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ലിസ്റ്റഡ് കമ്പനിയായ ഹോൾഡിംഗ് കമ്പനി എന്ത് പബ്ലിഷ് ചെയ്താൽ മതി? അൺഓഡിറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് സബ്സിഡറീൻ്റെ പബ്ലിഷ് ചെയ്താൽ മതി നിങ്ങളുടെ വെബ്സൈറ്റിൽ. അതുകൂടാതെ ഈ ജർമ്മനിയിലെ അലയൻസ് എന്ന് പറയുന്ന കമ്പനി, അവർ ഇംഗ്ലീഷിലല്ല അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്, അവർ പ്രിപ്പയർ ചെയ്യുന്നത് ജർമ്മൻ ലാംഗ്വേജിലാണ്. എന്നാൽ വാട്ട് ദ ലിസ്റ്റഡ് കമ്പനി ഹാസ് ടു ഡു ഇസ് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലാക്കണം. പറഞ്ഞു പിടികിട്ടിയോ? എന്നിട്ട് ആ ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അത് അൺഓഡിറ്റഡും ആകാം, എന്നാൽ ആ അൺഓഡിറ്റഡ് ട്രാൻസ്ലേറ്റഡ് ഇംഗ്ലീഷ് കോപ്പി വേണം നിങ്ങളുടെ വെബ്സൈറ്റിൽ അതായത് ITC ലിമിറ്റഡ് എന്ന് പറയുന്ന ലിസ്റ്റഡ് കമ്പനിയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യാനുള്ളത് എന്നാണ് പോയിന്റ് B പറയുന്നത്. ഞാൻ പോയിന്റ് B വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാനിന്ന് വായിക്കുകയാണ്. പ്രൊവൈഡഡ് ഓൾസോ ദാറ്റ് എ ലിസ്റ്റഡ് കമ്പനി വിച്ച് ഹാസ് എ സബ്സിഡറി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, അതായത് ഫോറിൻ സബ്സിഡറി. B പോയിന്റിലോട്ട് ചാടിക്കോ. വേർ സച്ച് ഫോറിൻ സബ്സിഡറി ഇസ് നോട്ട് റിക്വയർഡ് ടു ഗെറ്റ് ഇറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് audited under any law of the country of its incorporation. നമ്മുടെ എക്സാമ്പിൾ ജർമ്മനി. And which does not get such a financial statement audited, the holding Indian listed company may place such unaudited financial statements on its website, and where such a financial statement is in a language other than English, a translated copy of the financial statement in English shall also be placed on the website. ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി A പോയിന്റ് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചു കേട്ടോ. നമ്മളുടെ ഫോറിൻ സബ്സിഡറിക്ക് വേറെ കുറേ സബ്സിഡറീസ് ഉണ്ട്. അതായത് അലയൻസിൻ്റെ താഴെ വേറൊരു സബ്സിഡറി ഉണ്ട്. അപ്പോൾ അലയൻസ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ കൺസോൾട്ടേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത്? കൺസോൾട്ടേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. പക്ഷേ സ്റ്റാൻഡ് അലോൺ പ്രിപ്പയർ ചെയ്യത്തില്ല എന്ന് വിചാരിച്ചോ? അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡ് അലോൺ ഇല്ലേലും കുഴപ്പമില്ല, ആ കൺസോൾട്ടേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലേ അത് പബ്ലിഷ് ചെയ്താൽ മതി. ആര്? ഹോൾഡിംഗ് കമ്പനിയായ നമ്മളുടെ ലിസ്റ്റഡ് ഇന്ത്യൻ കമ്പനി. ക്ലിയർ ആയോ എന്നാണ് A പോയിന്റിൽ പറയുന്നത്. ഞാൻ ഈ A പോയിന്റ് വായിക്കുകയാണെങ്കിൽ വേർ സച്ച് ഫോറിൻ സബ്സിഡറി ഈസ് സ്റ്റാറ്റ്യൂട്ടറിലി റിക്വയർഡ് ടു പ്രിപ്പയർ കൺസോൾട്ടേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ജർമ്മനിയിൽ ജർമ്മൻ കമ്പനീസ് ആക്ട് പ്രകാരം എന്ത് പ്രിപ്പയർ ചെയ്യണം? കൺസോൾട്ടേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. എന്നാൽ അണ്ടർ എനി ലോ ഓഫ് ദ കൺട്രി ഓഫ് ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ എന്ന് വെച്ചാൽ ജർമ്മനി, ദ റിക്വയർമെൻറ്റ് ഓഫ് ദിസ് പ്രൊവിസോ ഷാൽ ബി മെറ്റ് ഇഫ് കൺസോൾട്ടേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സച്ച് ഫോറിൻ സബ്സിഡറി ഈസ് പ്ലേസ്ഡ് ഓൺ ദ വെബ്സൈറ്റ് ഓഫ് ദി ലിസ്റ്റഡ് കമ്പനി, അതായത് ഇന്ത്യൻ ലിസ്റ്റഡ് കമ്പനിയായ ITC നമ്മളുടെ എക്സാമ്പിൾ പ്രകാരം. അപ്പോൾ ഫോറിൻ സബ്സിഡറി ഉണ്ടെങ്കിൽ ഈ 2 പോയിന്റ് പിടികിട്ടിയോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്ന് ഞാൻ മുന്നോട്ട് പോയാണ്. എക്സംഷൻ ടു സെക്ഷൻ 8 കമ്പനി. സെക്ഷൻ 8 കമ്പനി ആണെങ്കിൽ 14 ദിവസത്തെ ക്ലിയർ ഡേയ്സ് നോട്ടീസ് കൊടുത്താൽ അവർക്ക് എന്ത് കണ്ടക്ട് ചെയ്യാം? AGM കണ്ടക്ട് ചെയ്യാം. എന്നാൽ 14 ദിവസത്തിന് മുമ്പ് സെക്ഷൻ 8 കമ്പനിയുടെ മെമ്പേഴ്സിന് എന്ത് അയച്ചു കൊടുത്താൽ മതി? 21 ദിവസത്തിന് മുമ്പ് അല്ലാതെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും കൺസോൾട്ടേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ അയച്ചു കൊടുത്താൽ മതി സെക്ഷൻ 8 കമ്പനി. സിമ്പിളാണ്. അപ്പോൾ ഇൻ കേസ് ഓഫ് സെക്ഷൻ 8 കമ്പനി, ഇൻ സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 136 ഫോർ ദ വേർഡ്സ് 21 days, ദ വേർഡ്സ് 14 days ഷാൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. ഓക്കെ. അടുത്തത് നിധി കമ്പനി ആണെങ്കിൽ എങ്ങനെ? നിധി കമ്പനിയുടെ ചില മെമ്പേഴ്സ് ഉണ്ട്. എങ്ങനത്തെ മെമ്പേഴ്സാണെന്ന് വെച്ചാൽ അവർ നോട്ട് മോർ ദാൻ 1000 rupees ഫേസ് വാല്യൂ ഹോൾഡ് ചെയ്യുന്ന ഷെയർസ് അല്ല അവർ ഹോൾഡ് ചെയ്യുന്നത്. അവരുടെ ഹോൾഡിംഗ് എങ്ങനെയാണ്? നോട്ട് മോർ ദാൻ 1000 rupees ഉള്ള ഫേസ് വാല്യൂ ഉള്ള ഷെയർസ് അല്ല അവർ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഹോൾഡ് ചെയ്യുന്നത് ചിലപ്പോൾ 500 ആയിരിക്കും, 600 ആയിരിക്കും, 700 ആയിരിക്കും, പക്ഷേ 1000 ആയിരിക്കും. പക്ഷേ എത്രേൻ്റെ മേളിൽ പോകുന്നില്ല അവരുടെ ഹോൾഡിങ് ഫേസ് വാല്യൂയുടെ? മോർ ദാൻ 1000 മേളിൽ പോകുന്നില്ല. അതായത് അവർ വെറും ചെറിയ ഒരു മെമ്പറാണ്, ചെറിയ ഒരു ഷെയർ ഹോൾഡറാണ്. അല്ലെങ്കിൽ അവരുടെ ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് മോർ ദാൻ 1% ഓഫ് ദ ടോട്ടൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ടോട്ടൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എടുക്കുകയാണെങ്കിൽ അവരുടെ ഹോൾഡിംഗ് എന്ന് പറയുന്നത് എത്രയാണ്? 1% അല്ലെങ്കിൽ അതിന് താഴെയാണ്. അപ്പോൾ ഇവർ ചുരുക്കത്തിൽ എന്താണ്? ചെറിയൊരു ഷെയർ ഹോൾഡറാണ്, പേരിനൊരു ഷെയർ ഹോൾഡറാണ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, നിധി കമ്പനിയിൽ ലോണൊക്കെ കൊടുക്കണമെങ്കിൽ, ഗോൾഡൊക്കെ വന്ന് പണയം വെക്കുമ്പോൾ ലോണൊക്കെ കൊടുക്കണമെങ്കിൽ ആ ലോൺ എടുക്കാൻ വരുന്ന ആൾ ആദ്യം നിധി കമ്പനിയുടെ എന്തായിരിക്കണം? മെമ്പർ ആയിരിക്കണം. അപ്പം മെമ്പർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു 10 രൂപയുടെയോ 100 രൂപയുടെയോ ഷെയർ അങ്ങ് കൊടുത്ത് അയാളെ ഷെയർ ഹോൾഡറാക്കി മെമ്പറാക്കും. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ പേരിനൊരു ഷെയർ ഹോൾഡറാണ്, കാര്യം ലോണൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ മെജോറിറ്റി ഷെയർ ഹോൾഡിങ്ങോ നോട്ട് മോർ ദാൻ 1%ഓ 1000ഓ ഒന്നും ഹോൾഡ് ചെയ്യാത്ത ചെറിയൊരു ഷെയർ ഹോൾഡറാണ്. എന്നാൽ അവർക്കൊന്നും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കോപ്പി അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. 21 ദിവസത്തിന് മുമ്പൊന്നും അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താ?
അവർ സത്യം പറഞ്ഞാൽ ഒരു ചെറിയൊരു ഷെയർ ഹോൾഡറാണ്, അവരിത് വായിച്ചു നോക്കാനൊന്നും പോകുന്നില്ല. അത് കൂടാതെ ഈ ചെറിയ ഷെയർ ഹോൾഡറിന് വേണ്ടി അയച്ചു കൊടുക്കാൻ നിന്ന കമ്പനിക്ക് കുറേ കോസ്റ്റ് ആകും. അയച്ചു കൊടുക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ അയച്ചു കൊടുക്കുമ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നത് 100 രൂപ, ഇവരുടെ കയ്യിലെ ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് 10 രൂപയാണ്. അപ്പോൾ 10 രൂപയുടെ ഷെയർ ഹോൾഡിംഗ് ഉള്ള ആൾക്ക് 100 രൂപയുടെ ചിലവ് നടത്തുക എന്ന് പറയുന്നത് ശരിയാണോ? അല്ല. അപ്പോൾ അവർക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അയച്ചു കൊടുക്കണോ? വേണ്ട. പക്ഷേ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കമ്പനിയുടെ, അതായത് നിധി കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന സ്ഥലമില്ലേ, ആ സ്ഥലത്തൊരു വൈഡ് സർക്കുലേഷനിലുള്ള ഒരു പേപ്പർ ഉണ്ടാകും, ന്യൂസ് പേപ്പർ. ഓക്കെ, ആ ന്യൂസ് പേപ്പറിനകത്ത് ഒരു പബ്ലിക് നോട്ടീസ് ഇട്ടാൽ മതി കമ്പനി. എന്ത് പറഞ്ഞുകൊണ്ട് AGM നടത്താൻ ഉദ്ദേശിക്കുന്നു, അതിൻ്റെ ഡേറ്റ്, ടൈം, വെന്യൂ ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഡ്വർടൈസ്മെൻറ്റ് ഇടണം. ഒന്ന്. രണ്ടാമത്, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും അതിൻ്റെ കൂടെയുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും കാണണമെങ്കിൽ നിധി കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ വന്നാൽ മതി, കാണിച്ചു തരാം. അതുകൂടാതെ നിധി കമ്പനിയുടെ നോട്ടീസ് ബോർഡിലും ഇതൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വന്ന് നോക്കാം. അതുകൂടാതെ മെമ്പേഴ്സിന് പ്രോക്സീനെ അയക്കാം, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു എന്തിട്ടാൽ മതി, പബ്ലിക് നോട്ടീസ് ഇട്ടാൽ മതി ന്യൂസ് പേപ്പറിൽ. ആരാണെങ്കിൽ നിധി കമ്പനി ആണെങ്കിൽ, നിധി കമ്പനിക്ക് എങ്ങനത്തെ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ, ഒന്നെങ്കിൽ ഫേസ് വാല്യൂ 1000 മേളിൽ ഓൺ ചെയ്യാത്ത മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് എന്താണ്, 1% ഓഫ് ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലോ അല്ലെങ്കിൽ അതിന് താഴെയാണ്. വിച്ച് എവർ ഇസ് ലെസ്സർ എന്നാണ്. ഞാനത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ഉദ്ദേശം പിടികിട്ടിയോ? അപ്പോൾ നിധി കമ്പനിയിൽ മെമ്പേഴ്സ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അയച്ചു കൊടുക്കണോ? വേണ്ട. അവർക്ക് എന്ത് മാത്രം കൊടുത്താൽ മതി, ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്താൽ മതി ന്യൂസ് പേപ്പറിൽ. എന്ത് പറഞ്ഞുകൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വേണമെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസിൽ വന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. അതുകൂടാതെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ AGMത്തിൻ്റെ ഡേറ്റ്, ടൈം, വെന്യൂ ഇതാണ്. അതുകൂടാതെ പ്രോക്സീനെ വേണമെങ്കിലും അയക്കാൻ, നിങ്ങൾ സ്വയമേ വരണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പബ്ലിക് നോട്ടീസ് ന്യൂസ് പേപ്പറിൽ ഇട്ടാൽ മതി. ക്ലിയർ ആയോ? അപ്പോൾ in case of Nidhi Company, Section 136(1) shall apply, subject to the modification that in case of members who do not individually or jointly hold shares of more than 1,000 rupees in face value or more than 1% of the total paid up share capital, whichever is less, it shall be sufficient compliance with the provisions of the section if an intimation is sent by public notice in newspaper circulated in the district in which the registered office of the company is situated, stating the date, time, venue of AGM, and the financial statements with its enclosures can be inspected at the registered office of the company, and the financial statement with the enclosures are affixed in the notice board of the company, and the member is entitled to vote either in person or through proxy. അപ്പോൾ സൈഡിൽ നിധി കമ്പനിയുടെ കാര്യം വേണമെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ് ആയിട്ട് അങ്ങ് എഴുതാം. ന്യൂസ് പേപ്പറിൽ പബ്ലിക് നോട്ടീസ് ഇട്ടാൽ മതി. എന്തൊക്കെ കാര്യം മെൻഷൻ ചെയ്തോ, ഡേറ്റ്, ടൈം, വെന്യൂ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്യാം, അത് നോട്ടീസ് ബോർഡിലും വെച്ചിട്ടുണ്ട്. പിന്നെ മെമ്പറിന് വേണമെങ്കിൽ പ്രോക്സീനെ അയക്കാം, സ്വന്തമായിട്ടും വരാം, മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് വോട്ട് ചെയ്യാൻ. ഇത് എങ്ങനത്തെ നിധി കമ്പനി ആണെങ്കിൽ മെമ്പേഴ്സ് ഉണ്ട്. എങ്ങനത്തെ മെമ്പേഴ്സ്? അവർ നോട്ട് മോർ ദാൻ 1000 rupees ഫേസ് വാല്യൂ ഹോൾഡ് ചെയ്യുന്ന മെമ്പേഴ്സാണ്, അല്ലെങ്കിൽ 1% ഓഫ് ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യുന്ന മെമ്പേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് എങ്ങനെ അയച്ചു കൊടുക്കണ്ട, ഫിസിക്കലി കോപ്പി ഒന്നും അയച്ചു കൊടുക്കണ്ട, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും അയച്ചു കൊടുക്കേണ്ട, 21 ദിവസം മുമ്പ് ഇങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി. ക്ലിയർ ആയോ? ഇനി അടുത്ത പേജ് 9.43 ഒരു ഡയഗ്രാം കൊടുത്തിരിക്കുന്നുണ്ടാവും. അതിനകത്ത് സെക്കൻഡ് മറ്റേ ഡയഗ്രത്തിൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് മിഡിൽ പാർട്ട് കിടക്കുന്നുണ്ടോ, അലോങ് വിത്ത് ഇറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെയ്നിങ് ദ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് സച്ച് ഡോക്യുമെൻറ്റ്സ് ഇൻ ഫോം AOC 3. അപ്പോൾ ഇവിടെയാണ് AOC 3 പറയുന്നത്, ഒരു തൊട്ട് മുമ്പത്തെ പേജിൽ പറയുന്നില്ല. അപ്പോൾ അത് വേണമെങ്കിൽ AOC 3 ഒന്ന് മാർക്ക് ചെയ്ത് ഒന്നും കൂടെ. അത് ലിസ്റ്റഡ് കമ്പനി ആണെങ്കിലാണേ നിങ്ങൾക്കറിയാം അതൊക്കെ. ക്ലിയർ ആയോ? താഴെ പിന്നെ എന്താ കൊടുത്തിരിക്കുന്നത്, രജിസ്റ്റേർഡ് ഓഫീസിൽ വന്ന് വേണമെങ്കിൽ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻസ്പെക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, അതും കുഴപ്പമില്ല. ഇനി താഴ്വാ, manner of circulation of financial statements in certain cases. ഇതാണ് ഞാൻ പേജ് നമ്പർ 9.41 സെക്കൻഡ് ലാസ്റ്റ് പാരയിനകത്ത് സൈഡിൽ എഴുതാൻ പറഞ്ഞത്. 9.43 ലിങ്ക് ഉണ്ട്, അത് മാനർ ഓഫ് സർക്കുലേഷനാണ്. അപ്പോൾ ഈ പോയിൻ്റാണ് യഥാർത്ഥത്തിൽ ഈ പേജ് നമ്പർ 9.43 ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കമ്പനീസ് ആണെങ്കിൽ ഇങ്ങനെ വേണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അയച്ചു കൊടുക്കാൻ എല്ലാ മെമ്പേഴ്സിനും, ട്രസ്റ്റിക്കും, പിന്നെ വേറെ ഏതെങ്കിലും വ്യക്തിക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കിട്ടാൻ അവകാശമുണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെ വേണം അയച്ചു കൊടുക്കാൻ. എങ്ങനെ ചേട്ടോ? അപ്പോൾ ഈ മാനർ ഓഫ് സർക്കുലേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതിയിട്ട് 2 വര വരച്ചിട്ട് ലിസ്റ്റഡ് കമ്പനിയോ മറ്റേ വരയുടെ താഴെ പബ്ലിക് കമ്പനി, ഓക്കെ, ഇൻ വിച്ച് അവരുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് മോർ ദാൻ 1 crore ആണ്. അപ്പോൾ ഈ പബ്ലിക് കമ്പനിയുടെ നെറ്റ്വർത്ത് എങ്ങനെയായിരിക്കണം? മോർ ദാൻ 1 crore ആയിരിക്കണം. ആൻഡ് അതായത് നെറ്റ്വർത്തും വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. ആൻഡ് അവരുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് മോർ ദാൻ 10 crores ആണ്. അപ്പോൾ ഏതൊക്കെ കമ്പനീസാണ് ഈ പർട്ടിക്കുലർ രീതിയിൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അയക്കാനുള്ളതെന്ന് പറയുന്നത്? ഒന്ന് ലിസ്റ്റഡ് കമ്പനീസ്, പിന്നെ മറ്റേത് ഏതാണ്? എല്ലാ പബ്ലിക് കമ്പനീസും വിച്ച് ഈസ് ഹാവിങ് എ നെറ്റ്വർത്ത് ഓഫ് മോർ ദാൻ 1 crore ആൻഡ് ടേൺ ഓവർ ഓഫ് മോർ ദാൻ 10 crores.
ആണെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെ അയക്കണമെന്ന് വെച്ചാൽ റൂൾ 11 ഓഫ് കമ്പനീസ് അക്കൗണ്ട്സ് റൂൾ 2014 പറയുന്നുണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ എങ്ങനെ അയക്കണം? ലിസ്റ്റഡ് കമ്പനിയോ ഇങ്ങനത്തെ പബ്ലിക് കമ്പനിയോ ആണെങ്കിൽ അവർ എങ്ങനെ അയക്കണമെന്ന് വെച്ചാൽ ഇലക്ട്രോണിക് മോഡിൽ അയക്കാം. എങ്ങനെ അയക്കാം? ഇലക്ട്രോണിക് മോഡിൽ. അപ്പോൾ ഫിസിക്കൽ കോപ്പി ഒന്നും വരത്തില്ല. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സിലോട്ട് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഓഡിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും കൺസോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഡോക്യുമെൻറ്റ്സും അനക്സസും എല്ലാം അയച്ചു തരും 21 ദിവസം മുമ്പ്. ആ ഒരു കമ്പനി ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ ഡെപ്പോസിറ്ററീസ് ഉണ്ടാകും. ഡെപ്പോസിറ്ററീസ് എല്ലാ മെമ്പേഴ്സിൻ്റെയും കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ഇമെയിൽ അഡ്രസ്സും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം കമ്പനി എന്ത് ചെയ്യും? ഡെപ്പോസിറ്ററീനെ വിളിച്ചിട്ട് ഇമെയിൽ ഐ ഡിയും എല്ലാ മെമ്പേഴ്സിൻ്റെയും ലിസ്റ്റ് എടുക്കും. എന്നിട്ട് ആ ഇമെയിൽ ഐ ഡിയിലോട്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കും 21 ദിവസം മുമ്പ്. ഏത് കമ്പനി? ലിസ്റ്റഡ് കമ്പനി. ക്ലിയർ ആയോ? അതാണ് ഫസ്റ്റ് പോയിന്റ്. ബൈ ഇലക്ട്രോണിക് മോഡ് ടു സച്ച് മെമ്പേഴ്സ് ഹൂസ് ഷെയർ ഹോൾഡിംഗ് ഇസ് ഇൻ ഡീമെറ്റീരിയലൈസ്ഡ് ഫോം, അതായത് ഡിമാറ്റ് ഫോം, ആൻഡ് ഹൂസ് ഇമെയിൽ ഐ ഡീസ് ആർ രജിസ്റ്റേർഡ് വിത്ത് ഡെപ്പോസിറ്ററി ഫോർ കമ്മ്യൂണിക്കേഷൻ പർപ്പസ്. ക്ലിയർ ആയോ? ഇനി നിങ്ങളുടെ കമ്പനി എന്ന് പറയുന്നത് ലിസ്റ്റഡ് കമ്പനിയല്ല, പക്ഷേ പബ്ലിക് കമ്പനിയാണ്. പബ്ലിക് കമ്പനി ആണെങ്കിൽ വേണമെങ്കിൽ ഡീമെറ്റീരിയലൈസ്ഡ് ആയിട്ട് ഷെയർ ഹോൾഡിംഗ് ഒക്കെ വെക്കാം. അല്ലെങ്കിൽ സാധാ ഫിസിക്കൽ ഫോമിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഷെയർ ഹോൾഡിംഗ് ഒക്കെ ആയിരിക്കും. പക്ഷേ എന്ത് ചെയ്യുമെന്നറിയോ? മെമ്പേഴ്സ് ഈ പബ്ലിക് കമ്പനിക്ക് അവരുടെ ഇമെയിൽ ഐ ഡി ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളടുത്ത് അറിയിക്കാനുണ്ടെങ്കിൽ നമ്മളുടെ ഇമെയിലിലോട്ട് അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞ ഒരു കൺസെൻറ്റും കൊടുത്തിട്ടുണ്ടാവും. ക്ലിയർ ആയോ? അപ്പോൾ ഇത് ലിസ്റ്റഡ് കമ്പനിയല്ല, സാധാ പബ്ലിക് കമ്പനിയാണ്. ആ പബ്ലിക് കമ്പനിയുടെ മെമ്പേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ ഇമെയിൽ ഐ ഡി ഒക്കെ ആർക്ക് കൈമാറി കൊടുത്തിട്ടുണ്ട്? കമ്പനിക്ക്. എന്ത് പറഞ്ഞുകൊണ്ട്? നിങ്ങൾക്ക് എന്തെങ്കിലും അയക്കാനുണ്ടെങ്കിൽ ഇതിൽ അയച്ചാൽ മതി എന്ന് പറഞ്ഞ ഒരു കൺസെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അങ്ങനത്തെ പബ്ലിക് കമ്പനി ആണെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എങ്ങനെ അയച്ചു കൊടുക്കും കമ്പനി? ഇവർ ഈ തന്ന ഇമെയിൽ ഐ ഡിയിലോട്ട് അയച്ചു കൊടുക്കും. അതാണ് ബി പോയിന്റ്. ഞാൻ വായിക്കുകയാണെ. ദെയർ ഷെയർ ഹോൾഡിംഗ് ഇസ് ഹെൽഡ് അതർവൈസ് ദാൻ ബൈ ഡിമാറ്റ് ഫോം. അതായത് ഡിമാറ്റ് ഫോമിൽ അല്ലാതെ, അതായത് ഫിസിക്കലായിട്ട് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, ടു സച്ച് മെമ്പേഴ്സ് ഹു ഹാവ് പോസിറ്റീവ്ലി കൺസെൻറ്റഡ് ഇൻ റൈറ്റിംഗ് ഫോർ റിസീവിംഗ് ബൈ ഇലക്ട്രോണിക് മോഡ്, ദിസ് മേ നോട്ട് ബി റെലവൻറ്റ് കൺസിഡറിംഗ് ദ ഷെയർ ഹോൾഡിംഗ് ഇസ് നോട്ട് ഹെൽഡ് അതർവൈസ് ദാൻ. അത്രേ ഉള്ളൂ. അപ്പം ഇത്രയാണ് ചുരുക്കത്തിൽ അവിടെ ഉദ്ദേശിക്കുന്നത്. പബ്ലിക് കമ്പനിയാണ്, ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിൽ അല്ല അവരുടെ ഷെയർ ഹോൾഡിംഗ്. പക്ഷേ മെമ്പേഴ്സ് എന്ത് കൊടുത്തിട്ടുണ്ട്? ഇമെയിൽ ഐ ഡി ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിലോട്ട് അങ്ങ് അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മെമ്പേഴ്സ് സമ്മതം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെ അയച്ചു കൊടുക്കണം? കൈയോടെ അയച്ചു കൊടുക്കണോ? വേണ്ട, ഈ തന്ന ഇമെയിൽ ഐ ഡിയിലോട്ട് അയച്ചു കൊടുത്താൽ മതി. ഇനി അഥവാ ഇത് രണ്ടും അല്ലെങ്കിൽ, ആൻഡ് അടുത്ത പേജ് എടുത്തേ, പേജ് നമ്പർ 9.44 തേർഡ് പോയിന്റ്, ബൈ ഡിസ്പാച്ച് ഓഫ് ഫിസിക്കൽ കോപ്പീസ്. അപ്പോൾ ഫിസിക്കൽ കോപ്പീസ് അയക്കേണ്ടി വരുന്ന സാഹചര്യം ഇതാണ്. ഈ രണ്ട് കേസ് അല്ലെങ്കിൽ ഫിസിക്കൽ കോപ്പീസ് ആയിട്ട് അയച്ചു കൊടുക്കാം ത്രൂ എനി റെക്കഗ്നൈസ്ഡ് മോഡ് ഓഫ് ഡെലിവറി ആസ് സ്പെസിഫൈഡ് അണ്ടർ സെക്ഷൻ 20 ഓഫ് ദി ആക്ട്. ഈ സെക്ഷൻ 20 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഡോക്യുമെൻറ്റ്സ് സർവീസ് ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 20. അപ്പോൾ അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ പോസ്റ്റ് വഴിയോ, രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ, കൊറിയർ വഴിയോ, സ്പീഡ് പോസ്റ്റ് വഴിയോ, പിന്നെ ഇലക്ട്രോണിക് മോഡൊന്നും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇലക്ട്രോണിക് മോഡിൽ അയക്കാൻ പറ്റില്ല, കാര്യം ഇത് ഫിസിക്കൽ കോപ്പിയാണ്. അപ്പോൾ വേണമെങ്കിൽ എങ്ങനെയൊക്കെ അയക്കാം? കൊറിയർ വഴി അയക്കാം, സ്പീഡ് പോസ്റ്റ് വഴി അയക്കാം, രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അയക്കാം, സാധാ പോസ്റ്റ് വഴി അയക്കാം. ഇമെയിൽ ഐ ഡി ഒന്നും ഇല്ലാത്ത മെമ്പേഴ്സൊക്കെ ആണെങ്കിൽ. ക്ലിയർ ആയോ? സിമ്പിൾ അല്ലേ? അപ്പോൾ മാനർ ഓഫ് സർക്കുലേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ സർട്ടൻ കേസസ്. ഈ സർട്ടൻ കേസസ് ഏതൊക്കെയാണ്? ലിസ്റ്റഡ് കമ്പനിയുടെ കേസിലും പിന്നെ പബ്ലിക് കമ്പനീസ് ഹാവിംഗ് നെറ്റ്വർത്ത് ഓഫ് മോർ ദാൻ 1 crore ആൻഡ് ടേൺ ഓവർ ഓഫ് മോർ ദാൻ 10 crores. ക്ലിയർ ആയോ? സിമ്പിൾ അല്ലേ? ലാസ്റ്റ്, കോൺട്രാവെൻഷൻ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ പാലിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ശിക്ഷ? കമ്പനിക്ക് ശിക്ഷയുണ്ട്, എവരി ഓഫീസർ ഓഫ് ദ കമ്പനി ഇൻ ഡിഫോൾട്ടിന് ശിക്ഷയുണ്ട്. കമ്പനിയുടെ ശിക്ഷ 25,000 രൂപയാണ് പെനാൽറ്റി. ഓഫീസേഴ്സ് ഇൻ ഡിഫോൾട്ടിൻ്റെ ശിക്ഷ 5,000 രൂപയാണ് പെനാൽറ്റി. ക്ലിയർ ആയോ? അതാണ് കോൺട്രാവെൻഷൻ. സ്വന്തമായിട്ട് വായിച്ചു. ഇനി തൊട്ട് താഴെ വൈഡ് എന്ന് പറഞ്ഞാൽ സി എന്നാണ്. സി ജനറൽ സർക്കുലർ നമ്പർ 11/2015. നിങ്ങൾ ജനറൽ സർക്കുലർ നമ്പർ 11/2015 MCA എന്ന് അടിച്ച് കൊടുത്താൽ ഈ സർക്കുലർ ആയിരിക്കും വരുന്നത്. Clarification was issued by MCA and regard to circulation and filing of financial statements. It has been clarified that a company holding general meeting after giving a shorter notice as provided under section 101 of the act may also circulate financial statements. Okay, ഇത്രയേ ഉള്ളൂ. ഇത്ര ദിവസം മുമ്പ് അയക്കാനുള്ളത് 21 ദിവസം മുമ്പ്. പക്ഷെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു മീറ്റിംഗ് മെമ്പേഴ്സ് 95% സമ്മതിച്ചാൽ 10 ദിവസമോ 9 ദിവസമോ 8 ദിവസമോ 7 ദിവസമോ 6 ദിവസമോ 5 ദിവസമോ 4 ദിവസമോ 11 ദിവസമോ 12 അങ്ങനെ ഷോർട്ടർ നോട്ടീസ് പീരീഡിലോട്ടും വേണമെങ്കിൽ EGM കണ്ടക്ട് ചെയ്യാം. എന്നാൽ ആ ഷോർട്ടർ പീരീഡ് ഇല്ലേ, നിങ്ങൾ തീരുമാനിച്ച ഷോർട്ടർ പീരീഡ് 14 നിങ്ങൾ തീരുമാനിച്ചു, അല്ലെങ്കിൽ 15 നിങ്ങൾ തീരുമാനിച്ചു. എന്നാൽ ആ 15 ദിവസം മുമ്പ് എന്ത് അയച്ചു കൊടുത്താൽ മതി? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അയച്ചു കൊടുത്താൽ മതി. ഇറ്റ് ഹാസ് ബീൻ ക്ലാരിഫൈഡ് ദാറ്റ് എ കമ്പനി ഹോൾഡിംഗ് ജനറൽ മീറ്റിംഗ് ആഫ്റ്റർ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ തൊട്ട് താഴെ ഇറ്റ് ഹാസ് ഓൾസോ ബീൻ ക്ലാരിഫൈഡ് ദാറ്റ് ഇൻ കേസ് ഓഫ് ഫോറിൻ കമ്പനി വിച്ച് ഇസ് നോട്ട്. ഓക്കെ, ഇത് മറ്റേ അലിയൻസിൻ്റെ കേസാണ്, അതായത് ഫോറിൻ സബ്സിഡറിയുടെ കേസാണ്. ഫോറിൻ സബ്സിഡറി ആണെങ്കിൽ അൺഓഡിറ്റഡ് ആണെങ്കിൽ എങ്ങനെ അയച്ചു കൊടുത്താൽ മതി? പബ്ലിഷ് ചെയ്താൽ മതി വെബ്സൈറ്റിൽ. അൺഓഡിറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പബ്ലിഷ് ചെയ്താൽ മതി. അത് ഇംഗ്ലീഷിലല്ലെങ്കിൽ ഇംഗ്ലീഷിലാക്കണം. അത്രേ ഉള്ളൂ, സിമ്പിൾ, തീർന്നു. സെക്ഷൻ 136
തീർന്നു.